ഹായ്, എന്തുണ്ട് വിശേഷങ്ങൾ? വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. എനിക്ക് പനിയൊക്കെ ആയിരുന്നു. ആദ്യം ഒന്ന് ആശുപത്രിയിലൊക്കെ പോയി, പനി കുറവില്ല. പിന്നെയും ഞങ്ങൾ രണ്ടാമത് ആശുപത്രി പോവുകയാണ്. ഞങ്ങൾ തെമ്മല വഴിയാണ് ആശുപത്രി പോകുന്നത്. വെള്ളിമല ആശുപത്രിയിലാണ് പോകുന്നത്. നല്ല പനിയായിരുന്നു. ഒട്ടും വയ്യാത്ത അവസ്ഥയായതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ചേട്ടനും ഉണ്ട്. ചേട്ടന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ എല്ലായിടും പനിയുടെ സീസൺ അല്ലേ. നമ്മളിപ്പോ എവിടെ എത്തി? ഇപ്പൊ ഒറ്റക്കല്ലെന്ന് പറയുന്ന സ്ഥലത്തായി. ഇനി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് മാറും. സാധാരണ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ഇഞ്ചക്ഷനിലൂടെ മാറുമെന്നാണ് ഒരു പ്രതീക്ഷ. പിന്നെ എന്തുണ്ട്, നിങ്ങളുടെ നാട്ടിലൊക്കെ പനിയുടെ സീസണാണോ? പിന്നെ ആശുപത്രി പോയിട്ട് തിരിച്ച് ഇതുവഴി തന്നെ ഞങ്ങളങ്ങ് കഴുതിരട്ടി വഴി മാമ്പഴത്തിലേക്ക് പോകും. ഇപ്പം നമ്മൾ ഏത് ഭാഗത്തായി? ഒറ്റക്കല്ല് പള്ളി കഴിഞ്ഞു. അപ്പോൾ സ്കൂളിൻ്റെ ജംഗ്ഷനൊക്കെ ആയി. ഇപ്പം നമ്മൾ ലുക്കൗട്ട് എന്നുള്ളൊരു ഭാഗം കഴിഞ്ഞു. അവിടെ പിടിക്കാൻ പറ്റില്ല, ഒരു അസൗകര്യമായ കഴിഞ്ഞു. ലുക്കൗട്ട് കഴിഞ്ഞു. അവിടെ ഒരു അസൗകര്യമായ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല ആ ഭാഗം. അവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയ. ലുക്കൗട്ടിനോട് ചേർന്ന പ്രദേശമാണിത്. ഉറൂന്നെടുക്കാറായി വരുന്നുണ്ട്. ഇത് ഉറൂന്നിനും ലുക്കൗട്ടിനും ഇടയ്ക്കുള്ളൊരു ഭാഗമാണ്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഉറൂന്നെന്ന് പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞൊക്കെയാണ് വെള്ളിമല ഹോസ്പിറ്റലൊക്കെ. ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. ഹോസ്പിറ്റലാകുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഇത് ഉറൂന്ന് അടുക്കാറായി. നമ്മൾ ഉറൂന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പനി ആയതുകൊണ്ട് ഒച്ചയ്ക്കൊക്കെ നല്ലൊരു അടപ്പുണ്ട്. അത് സൗണ്ടിന് അത്ര ക്ലിയർ ഇല്ല എനിക്ക്. എന്നാലും നിങ്ങൾ വിചാരിക്കത്തില്ലേ വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഇടും, തോന്നുമ്പോഴൊക്കെ ആ വീഡിയോ ഇടുന്നതെന്ന് പറയത്തില്ലേ. അത് കാരണം എങ്കിലും ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ്. ഇപ്പം നമ്മൾ ഉറൂന്നിലെത്തി. ഇത് ഉറൂന്ന് ജംഗ്ഷനാണ്. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ജംഗ്ഷനാണ്. മിക്കവാറും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഉറൂന്നിൽ വരാറുണ്ട്. നമ്മുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഈ ഭാഗത്തുണ്ട്. പലപ്പോഴും ഒക്കെ ഇവിടെയൊക്കെ വരാറുണ്ട്. ഇത് ഉറൂന്നിൻ്റെ മറ്റൊരു ചെറിയ ഒരു ജംഗ്ഷനാണ്. ഒരു രണ്ട് ഭാഗമുണ്ട്. ഈ ഉറൂന്നെന്ന് പറയുമ്പോൾ രണ്ട് ഭാഗമുണ്ട് ജംഗ്ഷനായിട്ട്. രണ്ട് ഏരിയകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വെള്ളിമല ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത്ര വലിയ ഹോസ്പിറ്റലാണ്, എന്നാലും നല്ല മെഡിസിനാണ് അവിടുത്തെ. അതുകൊണ്ട് പഴയ ഒരു ഹോസ്പിറ്റലാണ്. ഡോക്ടർ പേരെന്താ കേട്ടാ? മോനി എന്നാണ് ഡോക്ടർ പേര്. വിജയകുമാറിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഒറിജിനൽ നെയിം വിജയകുമാറിനാണ്. മോനി ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും നല്ല മരുന്നാണ് പനിക്കും. അത്യാവശ്യം പനിക്കൊക്കെ നല്ല മെഡിസിനാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് ഡോക്ടർ മരുന്ന് നമുക്ക് പെട്ടെന്ന് പനി മാറി കിട്ടും. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് മിക്കവാറും നമ്മൾ അവിടെ തന്നെ പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പുനലൂർ പോകണം. ഇപ്പം നമ്മൾ ഉറൂന്ന് കഴിഞ്ഞ് എടമണ്ണോട് അടുക്കാറായി. നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പോവുകയാണ്. പുതിയൊരു പെട്രോൾ പമ്പാണ് ഇപ്പം തുടങ്ങിയത്. ഇപ്പം ഉറൂന്നിൻ്റെയും 34ൻ്റെ ഇടയ്ക്കായിട്ട് 2 പെട്രോൾ പമ്പുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം പോയി പെട്രോളൊക്കെ അടിക്കുന്നതിന് ഇപ്പം 2 പെട്രോൾ പമ്പ് ഇവിടെ ഉണ്ട്. പുതുതായിട്ട് വന്നൊരു പെട്രോൾ പമ്പാണ്. ഇന്ത്യൻ ഓയിലിൻ്റെയാണ്. ആദ്യം നമ്മൾ ഉറൂന്നിനോട് അടുപ്പിച്ച പെട്രോൾ പമ്പിലായിരുന്നു പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ 34നും ഉറൂന്നിനും ഇടയ്ക്ക് പുതുതായിട്ട് വന്ന പെട്രോൾ പമ്പിലാണ് നമ്മളിപ്പോൾ പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പെട്രോൾ പമ്പ്. അപ്പം നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി
ഇനിയിപ്പോൾ വെള്ളിമല ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത് വരുന്ന ഇടമൺ 34 എന്ന് പറയും. ഈ ഇടമൺ 34 എന്ന് പറയുന്ന സ്ഥലം അത് പാസ് ചെയ്തിട്ടാണ് വെള്ളിമല ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിമലയുടെയൊക്കെ ഷോപ്പുകളുടെയൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ വെള്ളിമലയും 34 ഒക്കെ, വെള്ളിമലയിൽ മാത്രമല്ല 34 ഷോപ്പുകളുടെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവിടെയൊക്കെ അത് നിങ്ങൾക്ക് പരിചയം കാണും. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളിപ്പം 34 ജംഗ്ഷനിൽ എത്തി. ഞായറാഴ്ച കൊണ്ട് എല്ലാ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. നമ്മൾ ഇപ്പോൾ വെള്ളിമലയിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത ജംഗ്ഷൻ വെള്ളിമലയാണ്. വെള്ളിമല ഹോസ്പിറ്റലിനോടടുത്ത പ്രദേശമാണ്. അപ്പം നമ്മൾ വെള്ളിമല ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ആ ഹോസ്പിറ്റൽ. കണ്ടോ, ചെറുതായിട്ട് കാണാം. വീഡിയോ നല്ല രീതിയിൽ പിടിക്കാൻ അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇനി ഡോക്ടറെ കാണാനായിട്ട് പോകും. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.